വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി. വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള വർദ്ധിച്ചുവരുന്ന അക്രമവാസനയെ സംബന്ധിച്ചാണ് സമീപകാലത്ത് നാം ഏറെ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ പേരിൽ തൻ്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ, എന്തിനധികം തമാശയ്ക്കു വേണ്ടി പോലും തൻ്റെ സഹപാഠികളെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും കൊല്ലാൻ വരെ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ പലതരത്തിലുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യമടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളുടെ നിയന്ത്രണാതീതമായ ഉപയോഗം, പ്രത്യേകിച്ച് വിവിധങ്ങളായ ലബോറട്ടറികളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, സിനിമകളിലൂടെയും മറ്റ് ദൃശ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യവൽക്കരിക്കപ്പെടുന്ന ക്രൈം രംഗങ്ങൾ അഥവാ കൊട്ടേഷൻ സംഘങ്ങളുടെ മഹത്വവൽക്കരിക്കപ്പെടുന്ന ജീവിത കഥകൾ, ചെറുപ്പകാലം മുതൽ തന്നെ അനുയോജ്യമായ ശിക്ഷണത്തിന് വിധേയമാകാതെ ജീവിച്ചു വളർന്ന പശ്ചാത്തലം തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ ഈ രംഗത്തുള്ള പ്രഗത്ഭർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ, നിയന്ത്രണ വിധേയമാക്കാൻ എന്തുണ്ട് പരിഹാരം എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. പുതിയ കാലഘട്ടത്തിലെ നിയമങ്ങളും മാറിയ സാഹചര്യങ്ങളും പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമായി ഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. രക്ഷിതാക്കൾക്ക് തങ്ങളുടെ സ്വന്തം മക്കളെയും അധ്യാപകർക്ക് തങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥികളെയും ശിക്ഷണത്തിന് വിധേയമാക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ശാസിച്ചതിൻ്റെ പേരിൽ, ശിക്ഷിച്ചതിൻ്റെ പേരിൽ സ്വന്തം മക്കൾ തങ്ങളുടെ രക്ഷിതാക്കൾക്കെതിരെയും സ്വന്തം വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകർക്കെതിരെയും കേസ് കൊടുക്കുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. വളരെ നേരത്തെ തന്നെ കുട്ടിത്തം വിട്ടുമാറുകയും കുട്ടികൾ വലിയ ആളുകളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങളും കുട്ടിത്തങ്ങൾ നിറയാത്ത മുതിർന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളായി മാറുന്നതിൽ അത്ഭുതമില്ല. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസം മെത്രാപ്പോലിത്ത തൻ്റെ ആത്മകഥയിലെ കുറ്റവും ശിക്ഷയും എന്ന അധ്യായത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചു. പരീക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് TP തോമസ് സാറാണ്. കോപ്പിയടിക്കുന്നത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ ഇൻസ്പെക്ഷന് വന്ന ഹെഡ്മാസ്റ്റർ ആ കുട്ടിയെ തൊണ്ടി സഹിതം പിടികൂടി. ഹെഡ്മാസ്റ്റർ ഉടൻ തന്നെ ശിക്ഷ വിധിച്ചു. സ്കൂൾ അസംബ്ലി വിളിച്ചുകൂട്ടി തെറ്റ് ചെയ്ത വിദ്യാർത്ഥിയെ ശിക്ഷിക്കണം. ചൂരലുകൊണ്ടുള്ള 6 അടിയായിരുന്നു അന്നത്തെ വലിയ ശിക്ഷ. കുറ്റവാളി ശിക്ഷയേറ്റുവാങ്ങുവാൻ ഹാജരാക്കപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശത്തെ തോമസ് സാർ ശക്തമായി എതിർത്തു. അവൻ തെറ്റ് ചെയ്തതിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ എൻ്റെ ജോലി ശരിയായി നിർവഹിച്ചിരുന്നുവെങ്കിൽ അവൻ കോപ്പിയടിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവന് വിധിച്ച ശിക്ഷ എനിക്ക് നൽകണം. ഹെഡ്മാസ്റ്ററും സഹാധ്യാപകനും തോമസ് സാറിനെ അനുനയിപ്പിച്ചു നോക്കിയെങ്കിലും അദ്ദേഹം തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒടുവിൽ തോമസ് സാറിൻ്റെ നിർബന്ധത്തിന് ഹെഡ്മാസ്റ്റർ വഴങ്ങി. തെറ്റ് ചെയ്ത വിദ്യാർത്ഥിയെ ചൂണ്ടി ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഇവൻ ചെയ്ത കുറ്റത്തിന് ഇപ്പോൾ തോമസ് സാറിനെ ശിക്ഷിക്കുന്നതാണ്. തോമസ് സാർ ഹെഡ്മാസ്റ്ററെ തിരുത്തി, ഞാൻ ചെയ്ത തെറ്റിനാണ് എന്നെ ശിക്ഷിക്കുന്നത്. ഹെഡ്മാസ്റ്റർ സാറിൻ്റെ കയ്യിൽ ആദ്യത്തെ അടി കൊടുത്തു. ആ അടിയിൽ സ്കൂൾ മുഴുവൻ വേദനിച്ചു. ആ വിദ്യാർത്ഥി കരഞ്ഞുകൊണ്ട് ഹെഡ്മാസ്റ്ററിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, ഇനി സാറിനെ അടിക്കരുത്. എന്നിട്ട് തോമസ് സാറിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. സാറിൻ്റെ കയ്യിൽ അടികൊണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നുപോയി. തോറ്റാലും ഇനി ഞാൻ മേലിൽ കോപ്പി അടിക്കില്ല. ഈ കഥ നമുക്ക് മുമ്പിൽ ഒരു വലിയ സന്ദേശം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരായി ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. സംഭവിച്ച തെറ്റുകളെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടായിരിക്കുകയും അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ബോധമുണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. തെറ്റുകളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം നേരായ മാർഗം കണ്ടെത്താനുള്ള ധീരതയാണ് ഒരാളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ നേരിൻ്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഇനിയും പല വിപത്തുകളും ഈ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നാം എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കുകയും ഭരണകൂടം അതിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയിടാനാകും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി.